ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് എടാ നീ അന്നോ ഇവൻ്റെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എൻ്റെ എന്ത് വെച്ചാൽ എനിക്ക് ടെൻഷൻ. അപ്പം ഞാൻ നെക്സ്റ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞു എടാ ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊച്ചിയിൽ റൂം എടുക്കാറുണ്ട്. ഈ റൂം ഈ നോർമലി ഫ്രണ്ട്സ് എടുക്കുന്ന ലൈക്ക് ഈ 2 പയ്യന്മാർ ഇവനും ഇവൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ എന്തോ കൊച്ചിയിലെങ്ങാണ്ട് പോയപ്പോഴത്തേക്ക് റൂം എടുത്തു. സംഭവം നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് റൂം എടുത്ത് നമ്മളെ ഒത്തിരി നാളായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ ഒരുമിച്ച് റൂം എടുത്തിട്ട് ഞങ്ങൾ വൈകിട്ട് ഇങ്ങനെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ചായിട്ട് കിടക്കാൻ ടൈമായപ്പോൾ പുള്ളി അദ്ദേഹത്തെല്ലാം കയറി പിടിക്കാൻ തുടങ്ങി. നമ്മളെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ പിടിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ കലിപ്പായി, പ്രശ്നമായി. മാമനും മോനും എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതിലുണ്ടായിരുന്ന ആ പയ്യനെ പറ്റിയാണ് ഈ കുട്ടി ഇതിനകത്തുള്ള കാര്യങ്ങൾ പറയുന്നത്. നമ്മളെപ്പോഴും പറയുന്നതാണ് ഇന്നത്തെ കാലത്ത് ഭയങ്കര സേഫൊന്നും അല്ല. പെൺകുട്ടികളും അല്ല ആൺകുട്ടികളായിരുന്നാലും ശരിയല്ല, അവർക്കുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. ആറ് സ്വഭാവം എങ്ങനെയാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഉള്ള സമയത്താണ് ഈ പയ്യനുണ്ട് ഇങ്ങനത്തെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇതേനെ കൊണ്ട് ഇവൻ്റെ കൂടെ ഒരു ഹോട്ടലിൽ പോയപ്പോഴത്തേക്ക് അവിടെ വെച്ച് തന്നോട് മോശമായി പെരുമാറി എന്നുള്ളൊരു കാര്യം. സോ തീർച്ചയായിട്ടും ഉണ്ട് ഇങ്ങനത്തെ ഉള്ളവർക്കെതിരെ കേസ് എടുക്കേണ്ടത് തന്നെയാണ്. ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ലഹരിയൊക്കെ എടുത്തതിന് ശേഷം ആൾക്കാരുടെ അടുത്തുണ്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് പെരുമാറുന്നതായിരിക്കും. ഇപ്പോൾ ഈ കൊച്ചു കുട്ടിയോട് തന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഈ ബാക്കിയുള്ളവരത്തൊക്കെ ഇവ എന്തൊക്കെ കാണിക്കുന്നതായിരിക്കും. സോ ഈ കുട്ടിയുണ്ട് ഇത് പറഞ്ഞത് വെച്ചിട്ട് തീർച്ചയായിട്ടും കേസെടുത്ത് അവനെ പോലത്തുള്ളവന്മാർക്കുണ്ട് ഈ വേണ്ട ശിക്ഷയാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത്. അതല്ലാതെ ഉണ്ടെങ്കിൽ അവനെയൊക്കെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ അത് പ്രശ്നമായിട്ട് വേറെ ഉള്ളവർക്ക് ഇതേപോലുള്ള പ്രശ്നം വരുന്നതായിരിക്കും. അതേപോലെ തന്നെയാണ് ഈ പേരൻസിൻ്റെ കാര്യം. ഇപ്പോൾ പേരൻസ് ഉണ്ടെങ്കിൽ ഇതേ കണക്ക് കുട്ടികളെ ആരെങ്കിലും കൂടെ പറഞ്ഞു വിടുന്നെങ്കിൽ അവരുടെ സ്വഭാവം എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ നല്ലവരാണ്, ആരെങ്കിലും ചെറിയ നാളത്തുള്ള പരിചയം വിട്ട് ഇങ്ങനെ കുട്ടികളെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തോന്ന് നമുക്ക് ഒരിക്കലും പറയാനേ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെയുണ്ട് ഈ പേരൻസ് മാക്സിമം ഉണ്ട് ഈ പിള്ളേരെ ആരുടെയും പറഞ്ഞു വിടാതിരിക്കുന്നതാണ് ബെറ്റർ. അങ്ങനെ പറഞ്ഞു വിടുകയാണെങ്കിൽ പോലും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉറപ്പുണ്ടായിരിക്കണം ഇവരുണ്ടെങ്കിൽ ഇവരോടൊന്നും ചെയ്യത്തില്ല. അല്ലെങ്കിൽ ആ കുട്ടികളെ പോകുമ്പോഴത്തേക്ക് ഇവരും കൂടെ പോകേണ്ടതാണ്. പേരൻസാണ് ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. ഏത് കുട്ടിയുടെ ആയിരുന്നാലും ശരി, ഇപ്പോൾ ആര് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെയൊക്കെ പോകണം. അതല്ലാതെ ഇതേ കണക്കൊണ്ട് ഏതെങ്കിലും പരിചയം വെച്ച് ഒരാളുകൂടെ ഇതേ കണക്ക് വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ആ സിറ്റുവേഷൻ മുതലെടുത്ത് ആ കുട്ടിയോട് എന്തെങ്കിലും കാണിക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. സോ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.